എല്ലാവർക്കും നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇതിന് മുമ്പ് കുറേ വീഡിയോസ് ഇറക്കിയിട്ടുണ്ട്, പക്ഷേ അതിലൊക്കെ ചുമ്മാ മ്യൂസിക്കാണ് ഞാൻ ഇട്ടിരിക്കണത്. ആദ്യമായിട്ടാണ് നമ്മൾ വോയിസൊക്കെ കൊടുത്തിട്ട് ചെയ്യാൻ പോണത്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യണ കാരണം കുറച്ച് ചമ്മലൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നൈസായിട്ടൊന്ന് ക്ഷമിച്ചാൽ മതിട്ടാ. നമ്മുടെ സംസാരം വോയിസൊക്കെ വലിയ മെച്ചമില്ലെങ്കിലും കണ്ടൻറ്റ് നല്ല അടിപൊളിയാട്ടാ. അതിപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവം എന്താണെന്ന് മനസ്സിലായ? ഇതാണ് ഈ സ്ട്രിങ് ആർട്ട് എന്ന് പറയുന്ന സംഭവം. ഈ സ്ട്രിങ് ആർട്ട് എന്താണെന്ന് അറിയാത്തവർ ഈ സംഭവം കണ്ടിട്ടുണ്ടെങ്കിൽ സ്ട്രിങ് ആർട്ട് എന്താണെന്നും എങ്ങനെ ചെയ്യാമെന്നും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ സ്ട്രിങ് ആർട്ട് എന്ന് പറയുന്ന സംഭവം അത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഡിസൈൻ എടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാറ്റേൺ എടുക്കുക, അതിൽ ആണി അടിക്കുക, എന്നിട്ട് ഈ ആണികൾ തമ്മിൽ നമ്മൾ ചരട് അല്ലെങ്കിൽ നൂല് വലിച്ചു കിട്ടുക. ഇത്രയുള്ളൂ ഈ സ്ട്രിങ് ആർട്ട് എന്ന് പറയുന്ന സംഭവം. പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണവർ അതിൻ്റെ ഒരു ലൈക്ക് ബട്ടൺ കാണാം താഴെ, വീഡിയോയുടെ താഴെ ഒരു ലൈക്ക് ബട്ടൺ കാണാം, അത് പിടിച്ചമർത്തുക. പിന്നെ ഇനിയും ഇപ്പോൾ ഇതുപോലത്തെ നമ്മൾ ഇറക്കണ അടുത്ത വീഡിയോസൊക്കെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു താഴെ ഒരു വീഡിയോയുടെ താഴെ ഒരു ചുവന്ന കളറിൽ സബ്സ്ക്രൈബ് എന്നൊക്കെ എഴുതിയിട്ട് ഒരു ബട്ടൺ കാണാം, അത് പിടിച്ചിട്ട് അമർത്തുക. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ബെല്ലിൻ്റെ ഒരു സിമ്പലൊക്കെ ആയിട്ട് ഒരു ബട്ടൺ കൂടി കാണാം, അതും കൂടി പിടിച്ചാൽ അമർത്തുകയാണെങ്കിൽ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യണ മുഴുവൻ അതിൻ്റെ മെസ്സേജും നോട്ടിഫിക്കേഷനാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. എന്നാൽ പിന്നെ ഇനി നമുക്ക് വീഡിയോസിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത്. ആദ്യം ഇതെന്തൊക്കെ മെറ്റീരിയൽസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, എങ്ങനെയൊക്കെയാണ് ഇത് ആണി അടിക്കുന്നത്, പേപ്പർ എടുക്കുന്നത്, അതിൻ്റെ ഡിസൈൻ, പിന്നെ നൂല് വലിച്ചു തരണത്, അങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത്. ഈ ആണി അടിച്ച് കഴിയുമ്പോൾ ചില ആണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞ് വളഞ്ഞൊക്കെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അത് അവസാനമാകുമ്പോൾ എല്ലാ ആണികളും ഒരു പ്ലെയറാ അങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് നേരെയാക്കി നിർത്തുക. അപ്പോഴാണ് ആ ഡിസൈന് കൂടുതൽ ഭംഗിയുണ്ടാവുക. ആണി അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പേപ്പർ ഇങ്ങോട്ട് പറിച്ചെടുക്കുക. ആ പറിച്ചെടുക്കുന്ന ശബ്ദം നല്ല അടിപൊളി സൗണ്ടാട്ടോ. അത് നമ്മളിപ്പോൾ കേൾപ്പിച്ചു തരാം. ഈ സ്ട്രിങ് ആർട്ട് അതായത് ഈ നൂല് ചുറ്റി തുടങ്ങണ സമയത്ത് ആദ്യം തന്നെ നൂലിൻ്റെ ഒരു അറ്റെടുത്ത് ഏതെങ്കിലും ഒരു ആണിമ കെട്ടുക. അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് തുടങ്ങുക. പിന്നെ കെട്ടും കൂട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഏറ്റവും അവസാനം നമ്മൾ ഇത് കഴിയണ സമയത്ത് അവസാനം ഒരു കെട്ടിട്ടാൽ മതി. ഇതിൻ്റെ ഈ നൂല് ചുറ്റണ പരിപാടി കുറച്ച് സമയം എടുക്കുന്ന പരിപാടി കേട്ടോ. പക്ഷേ ഇത് ചെയ്യാൻ നല്ല രസമാണ് ചെയ്തുകൊണ്ടിരിക്കാൻ. അപ്പം നമ്മളിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിസൈൻ വലിയ കുഴപ്പമില്ലാത്ത ഡിസൈനാണ്, അടിപൊളി സംഭവമാണ്. ഇത് വെറൈറ്റി വേറെ ലെവലിൽ ചെയ്യണ ടീമുകളൊക്കെ ഉണ്ട്. ജൈഡാക്കളായിട്ട് നല്ല സൂപ്പർ ഡിസൈനുകളൊക്കെ ഇങ്ങനെ പല ടൈപ്പ് പല കളറിൽ നൂലെടുത്തിട്ട് ചെയ്യുമ്പോൾ നല്ല സൂപ്പർ സംഭവമായിട്ട് വരും. അങ്ങനെ ചെയ്യണവരൊക്കെ ഉണ്ട് ശരിക്കും ഈ ഇതിൻ്റെ ആർട്ടിസ്റ്റുകൾ എന്ന് പറയുക. അത് വേറെ ലെവലിൽ ചെയ്യണവർ. നമ്മൾ വെറുതെ നേരം പോക്കിന് ഇങ്ങനെ ചെയ്യണമെന്ന് മാത്രം, അത്രേ ഉള്ളൂ. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോറിൻ്റെ ആക്കളാണ് കൂടുതൽ ചെയ്യണത് കണ്ടിട്ടുള്ളത്. നമ്മളിപ്പോൾ വീഡിയോസിൽ കാണുകയാണെങ്കിലും കൂടുതലും ചെയ്യണത് ഫോറിൻ്റെ ആക്കളാണ്. പിന്നെ നമുക്കും ചെയ്യാന്ന് വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് തുടങ്ങിയതാണ്, അത്രേ ഉള്ളൂ. ഇത് കാണുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ജാതി ബുദ്ധിമുട്ടാണ് ഈ സംഭവം. പക്ഷേ ഈ സംഭവം ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ വരുമ്പോണ്ടല്ലോ നല്ല ജാതി ലുക്കാണ്, ജാതി അടിപൊളി സാധനം. ഈ സംഭവം എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റൂട്ടോ. ഇതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കുറച്ച് ആണി അടിക്കുക,
പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നൂല് വലിച്ചിട്ട് ഇത്രയുള്ള പരിപാടി ഈസിയാണ്. നമ്മളതിൻ്റെ ഡിസൈൻ എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ഏതാണെന്ന് വെച്ചാൽ എടുത്തിട്ട് ഒന്നില്ലെങ്കിൽ പ്രിൻ്റ് എടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പിൽ ഇങ്ങോട്ട് ഡോട്ട്സ് ഇട്ടിട്ട് ഇങ്ങനെ വരച്ചെടുക്കുക. എന്നിട്ട് ആ സംഭവം സെലോ ടൈപ്പ് വെച്ചിട്ട് ഈ മരത്തും ഒട്ടിച്ച് വയ്ക്കുക. അപ്പോൾ ആണി അടിക്കുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാണ്ടിരിക്കുള്ളൂ, കറക്റ്റ് ഷേപ്പിന് ഇങ്ങനെ കിട്ടുള്ളൂ. ഇതിപ്പോൾ ഞാനിപ്പോൾ ഐവറി കളറാണ് യൂസ് ചെയ്ത് നോക്കണത്. ഈ സംഭവം ഡിഫറെൻറ്റ് കളർ വെച്ച് ചെയ്യാം. പല കളർ നൂല് വെച്ച് കെട്ടണമെങ്കിൽ നല്ല രസമായിരിക്കും. ഞാൻ എന്താ ഐവറി കളർ യൂസ് ചെയ്യാൻ കാരണം എന്നുണ്ടെങ്കിൽ ഈ ബ്രൗൺ ബാക്ക്ഗ്രൗണ്ട് വരുമ്പോൾ ഐവറി കളറാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. അതുകൊണ്ടാണ് ഞാൻ ഐവറി കളർ സെലക്ട് ചെയ്തത്. ഇപ്പോൾ ഈ ലവേഴ്സൊക്കെ ഉള്ളവരുണ്ടല്ലോ, ഒരു മരത്തിൻ്റെ പീസ് എടുത്തിട്ട് ലവിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ വരയ്ക്കുക, എന്നിട്ട് ആണി അടിച്ചിട്ട് നൂലൊക്കെ ചുറ്റി നല്ല അടിപൊളിയാക്കി ഈ ലവറിനൊക്കെ കൊടുത്താണ്ടല്ലോ, വല്ല വാലൻറ്റൈൻസ് ഡേക്കൊക്കെയാ ബർത്ത്ഡേക്കൊക്കെ ഗിഫ്റ്റായിട്ട് ഈ സംഭവം കൊടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടല്ലോ, നമ്മൾ സ്വയം ചെയ്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വെയിറ്റ് അല്ലേ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ആരെങ്കിലും ഈ സംഭവം ഈ സ്ട്രിങ് ആർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ അതിനുള്ള സേഫ്റ്റി പ്രിക്കോഷൻസൊക്കെ എടുക്കുക. കാരണം ആണി കടിക്കുമ്പോൾ കൈമൊന്നും ചുറ്റി കൊണ്ടുപോയി അടിക്കരുത്, ഒക്കെ കറക്റ്റ് നോക്കിയും കണ്ടൊക്കെ ചെയ്തോളൂ കേട്ടോ. ഈ ചുറ്റി കൊണ്ടുപോയി ആണിയും അടിക്കണതിന് പകരം കൈമ അടിച്ചിട്ടുണ്ടെങ്കിൽ നോക്കി ചെയ്തില്ലെങ്കിൽ കൈ ആ ഭാഗം അങ്ങോട്ട് ചതഞ്ഞ് കിട്ടും. അപ്പോൾ അതിനൊന്നും നിൽക്കരുത്, സൂക്ഷിച്ച് നോക്കി പതുക്കെ ചെയ്താൽ മതി. പരമാവധി പിള്ളേരൊന്നും ചെയ്യാണ്ടിരിക്കുക, ഈ ടീനേജേഴ്സൊക്കെ സ്റ്റാർട്ടിങ് ചെയ്താൽ മതി. അല്ലാതെ ഈ ടീനേജേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു 13 വയസ്സിന് മുകളിലേക്കുള്ളവർ ചെയ്താൽ മതി. അതിന് താഴെയുള്ളവരൊന്നും ഈ പരിപാടി ചെയ്യാതിരിക്കുകയാണ് കൂടുതൽ നല്ലത്. ഈ സ്ട്രിങ് ആർട്ട് നമ്മൾ നല്ല കലകേമയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നല്ല മരത്തുമ്മ പെയിൻ്റൊക്കെ അടിച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പോളിഷ് ചെയ്ത മരത്തുമ്മയൊക്കെ ചെയ്യണമെന്നുണ്ടല്ലോ, ഈ സംഭവം കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ടേബിളുമൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വയ്ക്കാനും, അല്ലെങ്കിൽ ഇപ്പോൾ ഷെൽഫിലോ അല്ലെങ്കിൽ വോൾ ഡെക്കറേഷനോ ഇപ്പോൾ ചുമരുമയൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാനൊക്കെ ഇത് സൂപ്പർ സംഭവമാണ്. വീഡിയോനെ കുറിച്ചുള്ള എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് ഈ വോയിസൊക്കെ ഇട്ട് ചെയ്യണേ. അപ്പോൾ ഇത് നന്നായിട്ടുണ്ടോ, എങ്ങനെയൊക്കെ ഇത് ബെറ്റർ ആക്കാം എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളെല്ലാം നമ്മൾ സ്വീകരിക്കുന്നതായിരിക്കും. നമ്മളെന്തായാലും നല്ലൊരു കണ്ടൻറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കണത്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണവർ അതിൻ്റെ ഒരു ലൈക്ക് ബട്ടൺ കാണാം താഴെ, വീഡിയോയുടെ താഴെ ഒരു ലൈക്ക് ബട്ടൺ കാണാം, അത് പിടിച്ച് അമർത്തുക. പിന്നെ ഇനിയും ഇപ്പോൾ ഇതുപോലത്തെ നമ്മൾ ഇറക്കണ അടുത്ത വീഡിയോസൊക്കെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഒരു ചുവന്ന കളറിൽ സബ്സ്ക്രൈബ് എന്നൊക്കെ എഴുതിയിട്ട് ഒരു ബട്ടൺ കാണാം, അത് പിടിച്ചിട്ട് അമർത്തുക. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ബെല്ലിൻ്റെ ഒരു സിമ്പലൊക്കെ ആയിട്ട് ഒരു ബട്ടണും കൂടി കാണാം, അതും കൂടി പിടിച്ചമർത്തുകയാണെങ്കിൽ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യണ മുഴുവൻ അതിൻ്റെ മെസ്സേജും നോട്ടിഫിക്കേഷനാ അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദിയുണ്ട്. അപ്പോൾ നമ്മൾ പരമാവധി അടുത്ത വീഡിയോ നല്ല രീതിയിൽ ഇതിനേക്കാൾ അടിപൊളിയായിട്ട് ചെയ്യാൻ നോക്കും. അപ്പോൾ പരമാവധി നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണുന്ന വരെ എല്ലാവർക്കും ബൈ.